നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മീയ യാത്രയും മാനവിക ദർശനങ്ങളും പ്രമേയമാക്കി വിഖ്യാത സംവിധായകൻ മാർട്ടിൻ സ്കോർസസ് സംവിധാനം ചെയ്ത ദ ഫൈനൽ ഡ്രീം ഓഫ് പോപ്പ് ഫ്രാൻസിസ് എന്ന ചിത്രം വത്തിക്കാനിൽ പ്രദർശിപ്പിച്ചു. മാർപ്പാപ്പയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 21-ന് വത്തിക്കാനിൽ ഫിലിം ലൈബ്രറിയിലായിരുന്നു സിനിമയുടെ പ്രത്യേക പ്രദർശനം നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് തൊട്ടുമുൻപ് റെക്കോർഡ് ചെയ്ത ഇതുവരെ പുറത്തുവിടാത്ത സുപ്രധാന സന്ദേശങ്ങളും അഭിമുഖങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാർപ്പാപ്പയുടെ അവസാനത്തെ സ്വപ്നങ്ങളും ദർശനങ്ങളും സ്കോർസസ് എന്ന ചലച്ചിത്ര പ്രതിഭയുടെ കാഴ്ചപ്പാടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1 മാസം മുമ്പ് കൊളംബോയിലുണ്ടായ ഹെർക്കുലിസ് സൈനിക വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച 69 സൈനികർക്കായി ബൊഗോട്ടയിലെ ചരിത്രപ്രസിദ്ധമായ ലോ പോർസിംഗുല ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ ഏപ്രിൽ 23-ന് പ്രത്യേക ദിവ്യബലി അർപ്പിച്ചു. അപകടത്തിൽ മരിച്ചവർക്കായി പൂർണ്ണ ദണ്ഡവിമോചനം നേടാനുള്ള പ്രത്യേക അവസരവും ഈ ശുശ്രൂഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് 23-നാണ് പൂട്ടോ മേഖലയിൽ നിന്ന് പോർട്ടോ ഗുൽസുമയിൽ നിന്ന് പറന്നുയർന്ന കൊളംബോയൻ എയർ സ്പേസ് ഹെർക്കുലീസിന്റെ C-130 ഹെർക്കുലീസ് വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 126 പേരിൽ 69 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇതിൽ സൈനിക ഉദ്യോഗസ്ഥരും ക്രൂ അംഗങ്ങളും ഉൾപ്പെടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 1ാം ചരമവാർഷികം പ്രമാണിച്ച് വത്തിക്കാൻ തപാൽ ഫിലാലാറ്റിക് വിഭാഗം പ്രത്യേക സ്മരണിക മുദ്ര പുറത്തിറക്കി. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന് കീഴിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഡയറക്ടറേറ്റ് ആണ് ഈ തപാൽ മുദ്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനോഹരമായ ഒരു ഛായാചിത്രമാണ് തപാൽ മുദ്രയുടെ പ്രധാന ആകർഷണം. ഈ പ്രത്യേക മുദ്ര തങ്ങളുടെ തപാലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 മെയ് 30 വരെ അവസരമുണ്ട്. ആവശ്യമായ സ്റ്റാമ്പുകൾ പതിച്ച തപാൽ സാമഗ്രികൾ വത്തിക്കാൻ തപാൽ വകുപ്പിന്റെ ക്യാൻസലേഷൻ സെക്ഷനിലേക്ക് അയച്ചു നൽകിയാൽ ഈ മുദ്ര പതിപ്പിച്ച് ലഭിക്കുന്നതാണ്. 2027-ൽ ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര കത്തോലിക്ക ലോക യുവജന ദിനത്തിന്റെ യഥാർത്ഥ നായകർ ഇടവകകളാണെന്ന് സിയോൾ ആർച്ച് ബിഷപ്പ് പീറ്റർ ചുങ് സുങ് തെക്. ഈ ആഗോള സംഗമത്തിന് വിജയത്തിനായി ഓരോ ഇടവകയും ആത്മീയമായും പ്രായോഗികമായും മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഏപ്രിൽ 19-ന് മോങ്ഡോങ് കത്തീഡ്രലിൽ നടന്ന പ്രത്യേക ദിവ്യബലിയിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. ലിയോ 14 മാർപ്പാപ്പ പങ്കെടുക്കുന്ന ലോക യുവജന ദിനം 2027 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സിയോൾ അതിരൂപത ആരംഭിച്ച 1 ബില്യൺ റോസറീസ് പ്രെയർ ക്യാമ്പയിനിൽ ഇടവകകൾ കൂടുതൽ സജീവമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഫ്രിക്കൻ പര്യടനത്തിന്റെ 10ാം ദിനത്തിൽ ഇക്വറ്റോറിയൽ ഗിനിയിലെ ബാറ്റ ജയിലിലെ തടവുകാർക്ക് ആശ്വാസവും പ്രത്യാശയുമായി ലിയോ 14 മാർപ്പാപ്പ എത്തി. കഠിനമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന തടവുകാരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ദൈവസ്നേഹത്തിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ആഗോളതലത്തിൽ വിമർശിക്കപ്പെടാറുള്ള ജയിലിലെ മാർപ്പാപ്പയുടെ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. അമിതമായ തിരക്കും കുറഞ്ഞ സൗകര്യങ്ങളും മൂലം വീർപ്പുമുട്ടുന്ന ബാറ്റ ജയിലിലെ അന്തേവാസികളുടെ ദുരിതങ്ങൾ മാർപ്പാപ്പ നേരിട്ട് കേട്ടു. തെറ്റുകൾ എന്തുതന്നെയായാലും ദൈവത്തിന് ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.